So let's continue with the session. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ, അക്കൗസ്റ്റിക് അബ്സോർപ്ഷനകത്ത് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ആണ്. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഇതിന് മുന്നേ ക്ലാസിഫിക്കേഷൻ ഓഫ് സൗണ്ട് ബേസ്ഡ് ഫ്രീക്വൻസി നമ്മൾ ചെയ്തു. പിന്നെ അക്കൗസ്റ്റിക് അബ്സോർപ്ഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റിനെ കുറിച്ചും കൂടെയാണ് നോക്കാൻ. ആൻഡ് ദെൻ വി ക്യാൻ ഗോ ഓൺ ടു ദി MCQs. ഓക്കെ, അപ്പോൾ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിന് അല്ലെങ്കിൽ കഴിഞ്ഞ സെഷനിൽ. ദാറ്റ് ഒരു പെർട്ടിക്കുലർ സർഫസ് വന്നാൽ ഒരു ഏരിയ എടുത്താൽ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റൂമിൽ ഒരു ചുമരിൻ്റെ ഒരു ഭാഗം ഓക്കെ, ഒരു വാളിൻ്റെ ഒരു സ്പേസ്, ഒരു പെർട്ടിക്കുലർ സർഫസ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ കുറേ സൗണ്ട് വന്ന് ഇതിലേക്ക് വീഴും അല്ലേ, സൗണ്ട് വേവ്സ് ഇവിടെ വന്ന് പതിക്കും. പക്ഷേ ഇതിലെല്ലാം എന്ത് ചെയ്യില്ല, ഈ വോള് അബ്സോർബ് ചെയ്യത്തില്ല. ഒരു എമൗണ്ട് എന്ത് ചെയ്യും, അത് അബ്സോർബ് ചെയ്ത് ബാക്കി എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു റേഷ്യോ ഉണ്ടല്ലോ, എത്ര ഒരു സർഫസിൽ വന്ന് പതിക്കുന്നതിൽ എത്ര ഭാഗമാണ് ആ സർഫസ് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളൊരു റേഷ്യോ, ആ റേഷ്യോനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് വിത്ത് സിമ്പൽ ആൽഫ. ആൽഫ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി അബ്സോർബ്ഡ് ബൈ സർഫസ് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി ഇൻസിഡൻറ്റ് ഓൺ ദി സർഫസ്. ഓക്കെ, സർഫസിൽ ഇൻസിഡൻറ്റ് ആകുന്നതിൽ എത്ര ഭാഗം അബ്സോർബ് ആയി എന്നുള്ളതാണ്. സോ ആൽഫ ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി അബ്സോർബ്ഡ് ബൈ ഇൻസിഡൻറ്റ്. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഇൻ യൂണിറ്റ്സ് ഓഫ് സബൈൻസ് അല്ലെങ്കിൽ OW അല്ലെങ്കിൽ ഓപ്പൺ വിൻഡോ യൂണിറ്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് യൂണിറ്റ്സ് എന്താണ്, സബൈനും ഓപ്പൺ വിൻഡോ യൂണിറ്റ്. ഓക്കെ, ഇനി മെറ്റീരിയലിന് അനുസരിച്ച് അതിൻ്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ഇവിടെ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, മെറ്റീരിയൽ തന്നിട്ട് അതിൻ്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് എത്രയെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഓപ്പൺ വിൻഡോ, അതാണ് നമ്മൾ ഓപ്പൺ വിൻഡോ യൂണിറ്റ് അല്ലേ, നമ്മൾ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഓപ്പൺ വിൻഡോ യൂണിറ്റ്സിലാണ്. അപ്പോൾ ഈ ഓപ്പൺ വിൻഡോയുടെ പ്രത്യേകത എന്താണ്, സാധാരണ ഒരു ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള സൗണ്ട് എല്ലാം എന്ത് ചെയ്യും, അകത്തേക്ക് വരും അല്ലേ, ആ ഒരു വിൻഡോ കടന്ന് അകത്തേക്ക് വരും. ദാറ്റ് ഈസ് ഫുള്ളി ഇൻസിഡൻ്റ് ആകുന്നതെല്ലാം അത് അബ്സോർബ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുവരുവാണ് അല്ലേ. സോ 100% എന്ത് ചെയ്യുന്നുണ്ട്, അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് 1 ആണ്. ഓക്കെ, ഓപ്പൺ വിൻഡോയുടേത് 1 ആണ്. ആൻഡ് 1 ഓപ്പൺ വിൻഡോ യൂണിറ്റ് ആണ് നമ്മുടെ ആൽഫയുടെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, ആൽഫ എന്ന് പറയുമ്പോൾ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ്. ഇനി രണ്ടാമത്തത് വരുന്നത് സ്റ്റേജ് കർട്ടൻ ആണ്. സ്റ്റേജ് കർട്ടന് ഒരു 20% അബ്സോർപ്ഷൻ, അത് 0.2 വരും. കേർട്ടൻ വിത്ത് ഫോൾഡ്, അതായത് പ്ലെയിൻ കർട്ടൻ അല്ല, കുറേ ഫോൾഡഡ് ആയിട്ട് കിടക്കുന്ന കർട്ടൻ, അതിൻ്റെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 0.4 തൊട്ട് 0.75 വരെ വരും. എത്ര ഫോൾഡ് ഉണ്ടോ, ഫോൾഡ്സ് കൂടുന്നതനുസരിച്ച് കൂടുതൽ അബ്സോർപ്ഷൻ കൊടുക്കും. സോ 0.4നും 0.75നും ഇടയ്ക്കാണ് റേഞ്ച് ചെയ്യുന്നത്. പിന്നെ ജനറലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു 0.4 0.5 റേഞ്ചിനാണ് നിൽക്കുന്നത്. കേർട്ടൻ വിത്ത് ഫോൾഡ് ആകട്ടെ, കാർപ്പറ്റ് ആകട്ടെ, ഓഡിയൻസ് ആകട്ടെ 0.4 0.46. ഓക്കെ, അപ്പം ഈ വാല്യൂസ് കറക്റ്റായിട്ട് പഠിക്കാം. കർട്ടനും കാർപ്പറ്റും ഓഡിയൻസും. സ്റ്റേജ് കർട്ടൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ ഒരു സ്റ്റേജ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ വീഴുന്നൊരു വലിയ കർട്ടൻ ഉണ്ടല്ലോ, രണ്ട് സൈഡിൽ നിന്ന് വന്ന് വീഴുന്ന ആ കർട്ടൻ ഒരുപാടൊന്നും അബ്സോർബ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ 0.2 ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ റൂമിലൊക്കെ ഇടുന്ന ഫോൾഡുള്ള ഒരുപാട് ഫോൾഡ്സിൽ കിടക്കുന്ന കേർട്ടൻസ്, തറയിലിരിക്കുന്ന കാർപ്പറ്റ്, പിന്നെ ഒരു ഇപ്പോൾ തിയേറ്ററിലൊക്കെ ഇരിക്കുന്ന ഓഡിയൻസ് ആണെങ്കിലും ഒരു 40% അബ്സോർപ്ഷൻ നടക്കും. ഓക്കെ, സോ 0.4 ആണ്. കർട്ടൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ച് മാറും. 0.4 തൊട്ട് 0.75 വരെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് പെർഫറേറ്റഡ് ഫൈബർ ബോർഡാണ്, വിച്ച് ഇസ് 0.55. ഓക്കെ, സോ ഈ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഈ ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ്, അതായത് സബൈൻ അല്ലെങ്കിൽ ഓപ്പൺ വിൻഡോ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാല്യൂസ്, മെറ്റീരിയൽസിൻ്റെ വാല്യൂസ്, ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ലൈഡിൽ ഒരുപാട് MCQs പൊട്ടൻഷ്യലുള്ള കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം പഠിക്കാം. അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഓപ്പൺ വിൻഡോ യൂണിറ്റ് അല്ലെങ്കിൽ മെട്രിക് സബൈനിലാണെന്ന് പറഞ്ഞു. ഇനി ഇപ്പോൾ ടോട്ടൽ അബ്സോർപ്ഷൻ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു റൂം എടുക്കുകയാണ്. ആ റൂമിൽ ഒരുപാട് വസ്തുക്കളുണ്ടാകും. അപ്പോൾ പല ഡിഫറെൻറ്റ് സർഫസസ് ആണ് ഓരോ വസ്തുവിനുള്ളത്. ചിലതിന് സ്മൂത്ത് ആയിട്ടുള്ള സർഫസാണ്, ചിലതിന് റഫ് ആയിട്ടുള്ള സർഫസാണ്. അപ്പോൾ ഈ സർഫസ് ഒക്കെ ഓരോ പർട്ടിക്കുലർ ലെവലിലാണ് അബ്സോർപ്ഷൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ S1 എന്നൊരു സർഫസ്, ഇതിപ്പം ചുമരാണെന്ന് വെച്ചു, അത് ആൽഫ 1 ആണ് അബ്സോർബ് ചെയ്യുന്നത്. ഇനി S2 ഒരു ടേബിളുണ്ട്, അത് ആൽഫ 2 ആണ് അബ്സോർബ് ചെയ്യുന്നത്. S3 നമ്മുടെ ഫ്ലോർസ്, അത് ആൽഫ 3. ഇങ്ങനെ ഒരുപാട് സർഫസസിനെ പറ്റി 10 സർഫസസിൻ്റെ അബ്സോർപ്ഷൻ തന്നിട്ടുണ്ട്. എങ്കിൽ അവിടുത്തെ ടോട്ടൽ അബ്സോർപ്ഷൻ, ഓക്കെ, ടോട്ടൽ അബ്സോർപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ആൽഫ ഇൻറ്റു S എന്ന പ്രോഡക്റ്റ് ഓരോ സർഫസിനും കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ചുമര് പറഞ്ഞു, ചുമരിൻ്റെ പ്രോഡക്റ്റ് എടുക്കണം ആൽഫ 1 S1. അടുത്തത് ഏതാണ്ട് ടേബിൾ ആയിരുന്നു അല്ലേ,
ആൽഫ 2 S2. അതുപോലെ തന്നെ ഇവിടെ ആൽഫ 3 S3. അപ്പോൾ ഇങ്ങനെ വാല്യൂസ് എല്ലാം പ്രോഡക്റ്റ് എടുത്തിട്ട് ഇതിൻ്റെ സമ്മേഷൻ എടുക്കുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള സമ്മേഷൻ ഓഫ് ആൽഫ ഐ എസ്, അതായത് ആൽഫ 1 S1, ആൽഫ 2 S2 അങ്ങനെ അപ് ടു ആൽഫ എൻ എസ് എൻ വരെയുള്ളതിൻ്റെ സം എടുക്കുക. അങ്ങനെ നമുക്ക് ടോട്ടൽ അബ്സോർപ്ഷൻ കിട്ടും. ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് ന്യൂമറിക്കൽസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഇക്വേഷനായിട്ട് ചോദിക്കും. അപ്പോൾ ടോട്ടൽ അബ്സോർപ്ഷൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ OW, ഓപ്പൺ വിൻഡോ യൂണിറ്റ്, അല്ലെങ്കിൽ സബൈൻ എന്ന് നമുക്ക് പറയാം. അതേസമയം ടോട്ടൽ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ വെറും അബ്സോർപ്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എത്രത്തോളം അബ്സോർപ്ഷൻ നടന്നു. അബ്സോർപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സബൈൻ മീറ്റർ സ്ക്വയർ. ഓക്കെ, കാരണം എന്താ? ആൽഫ ഇൻറ്റു എസ് അല്ലേ, ആൽഫയുടെ യൂണിറ്റ് ആണ് സബൈൻ, എസിൻ്റെ യൂണിറ്റ് നമ്മൾ ഏരിയ മീറ്റർ സ്ക്വയർ, അതാണ് സബൈൻ ഇൻറ്റു മീറ്റർ സ്ക്വയർ, അതാണ് ഈ ഒരു യൂണിറ്റ് വന്നത്. ഓക്കെ, സോ ഈ രണ്ട് യൂണിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ടില്ല. ഇവിടെ ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ കൂടെ തന്നിട്ടുണ്ട്. അതിന് മുമ്പേ ഇവിടെ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഒരു സർഫസിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എസും അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആൽഫ ആണെങ്കിൽ ടോട്ടൽ അബ്സോർപ്ഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഈസ് എ ഈസ് ഈക്വൽ ടു, അബ്സോർപ്ഷനെ എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, ക്യാപിറ്റൽ ലെറ്റർ എ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എസ്. പിന്നെ എത്ര സർഫസ് ഉണ്ടോ അതിനെല്ലാത്തിനും പ്രോഡക്ട്സ് കണ്ടുപിടിച്ച് നമ്മൾ സമ്മേഷൻ എടുക്കും. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ as ടോട്ടൽ അബ്സോർപ്ഷൻ. ഓക്കെ, ഇനി എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പ്ലാസ്റ്ററിൻ്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഇസ് 0.05. ഓക്കെ, 0.05 തന്നിട്ടുണ്ട്. ഏരിയ 100 മീറ്റർ സ്ക്വയറും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എസ്. ആൽഫ എത്രയാണ്? 0.05 ഇൻറ്റു എസ്, ഏരിയ തന്നിട്ടുണ്ട് 100. ഓക്കെ, അപ്പോൾ 100 ഇൻറ്റു 0.05 എന്ന് പറയുമ്പോൾ 5 മീറ്റർ സ്ക്വയർ. ഓക്കെ, 5 മീറ്റർ സ്ക്വയറിൽ 5 സബൈൻ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഇവിടെ 5 സബൈൻ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇതുപോലെ തന്നെ ഒരു റൂമിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമ്മൾ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ്, അതായത് ടോട്ടൽ അബ്സോർപ്ഷൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നു എങ്കിൽ അവിടുത്തെ ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ കൂടെ അവർ പറയുന്നുണ്ട്. അതായത് ഒരുപാട് സർഫസസ് ഉണ്ടെങ്കിൽ ആ ഒരു റൂമിൽ ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്, അതായത് ഓരോ വസ്തുവിനും ഓരോ അബ്സോർപ്ഷൻ ആയിരിക്കും അല്ലെ, ഓരോ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ആവറേജ്, റൂമിൻ്റെ ആവറേജ് കോഎഫിഷ്യന്റ് എത്രയാണ്, അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എ കണ്ടുപിടിച്ചില്ലേ, ടോട്ടൽ അബ്സോർപ്ഷൻ, ഇതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ സിഗ്മ എസ്, S1 S2 S3 ഏരിയ എന്നാണ്. അപ്പം അബ്സോർപ്ഷൻ, ടോട്ടൽ അബ്സോർപ്ഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ, അതായത് ടോട്ടൽ അബ്സോർപ്ഷൻ ആണ് സിഗ്മ ആൽഫ എസ് ഡിവൈഡഡ് ബൈ സിഗ്മ എസ് വിച്ച് ഇസ് ഏരിയ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 1-2 ടേംസ് പഠിച്ചു. അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് പഠിച്ചു, പിന്നെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ അബ്സോർപ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പഠിച്ചു. ഒരുപാടില്ലെങ്കിൽ ഒരെണ്ണം ആണെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ കണ്ടുപിടിച്ചു. പിന്നെ ആവറേജ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് പഠിച്ചത്. പിന്നെ ഇതിൻ്റെ യൂണിറ്റ്സും കാര്യങ്ങളും വാല്യൂസും ഇക്വേഷൻസും ഒക്കെ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള ഒരു കാര്യമാണ് ഈ പ്രോപ്പർട്ടീസ് വിത്ത് റെസ്പെക്ട് ടു ഒരു റിഫ്ലക്റ്റീവ് സർഫസും ഒരു അബ്സോർപ്റ്റീവ് സർഫസും. ഇപ്പോൾ അബ്സോർപ്ഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ചില സർഫസസ് ഈ സൗണ്ടിനെ അബ്സോർബ് ചെയ്യുന്നതാണ്, ചില സർഫസസ് സൗണ്ടിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഈ റിഫ്ലക്റ്റീവ് സർഫസും അബ്സോർപ്റ്റീവ് സർഫസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സിൽ നോക്കാം. റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ ഇൻസിഡൻ്റ് ആകുന്ന, ഇപ്പോൾ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഇൻസിഡൻ്റ് ആകുന്ന സൗണ്ടിൽ എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് എങ്ങനെ പറയും? റേഷ്യോ ഓഫ് സൗണ്ട് റിഫ്ലക്റ്റഡ് ഡിവൈഡഡ് ബൈ സൗണ്ട് ഇൻസിഡൻ്റ് അല്ലേ. ഇൻസിഡൻ്റ് ആയ സൗണ്ടിൽ എത്ര ഭാഗം റിഫ്ലക്റ്റ് ആയി പോയി എന്നുള്ളതാണ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്. ഇത് റിഫ്ലക്റ്റീവ് സർഫസിന് ഒബ്വിയസ്ലി ഹൈ ആയിരിക്കണം, ഒരുപാട് റിഫ്ലക്റ്റ് ചെയ്യും. അതേസമയം അബ്സോർപ്റ്റീവ് സർഫസിൽ റിഫ്ലക്ഷൻ കുറവായിരിക്കും, അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് എന്തായിരിക്കും? കുറവായിരിക്കും, ബിക്കോസ് റിഫ്ലക്ഷൻ കുറവാണ്. ഓക്കെ, അടുത്ത അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കേസ് വരുമ്പോൾ റിഫ്ലക്റ്റീവ് സർഫസിൻ്റെ ഒരുപാട് അബ്സോർബ് ചെയ്യുമോ? ഇല്ല, എല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് പോകും, കുറച്ച് മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ. സോ അതിൻ്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ലോ ആയിരിക്കും. അതേസമയം അബ്സോർപ്റ്റീവ് സർഫസ് എന്ന് പറയുമ്പോൾ ഒരുപാട് അബ്സോർബ് ചെയ്യും. സോ അബ്സോർപ്ഷൻ കൂടുതലാണ്, അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റും ഹൈ ആയിരിക്കും. ഓക്കെ,
സൗണ്ടിൻ്റെ ബിഹേവിയറും പറഞ്ഞിട്ടുണ്ട്. റിഫ്ലക്റ്റീവ് സർഫസിൽ റിഫ്ലക്ട്സ് മോസ്റ്റ് ഓഫ് ദി എനർജി. ഓക്കെ, സൗണ്ട് ഒരു എനർജി ഫോം ഓഫ് എനർജി ആണല്ലോ. റിഫ്ലക്റ്റീവ് സർഫസിൽ ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അബ്സോർപ്റ്റീവ് സർഫസിൽ അബ്സോർപ്ഷൻ ആയിരിക്കും മെയിനായിട്ട് നടക്കുന്നത്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ വന്നിട്ടുണ്ട്. റിഫ്ലക്റ്റീവ് സർഫസ് എന്ന് പറയുന്നത് നല്ല സ്മൂത്ത് ആൻഡ് പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസസ് റിഫ്ലക്റ്റീവ്. ഗ്ലാസ്, വോൾസ്, ചുമരുകളും ഗ്ലാസ്, പിന്നെ നമ്മുടെ തറയുണ്ടല്ലോ, ടൈൽസ് ഒക്കെ തറ, അതൊക്കെ ഒരുപാട് റിഫ്ലക്റ്റീവ്. അതേസമയം അബ്സോർപ്ഷൻ ചെയ്യുന്നത് അക്കോസ്റ്റിക് ഫോം ഉണ്ട്. അക്കോസ്റ്റിക് ഫോം എന്ന് പറയുമ്പോൾ ഈ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോം മെറ്റീരിയലാണ്. അത് നമ്മൾ ഈ ഒരു സൗണ്ട് പ്രൂഫിങ്ങൊക്കെ ചെയ്യുന്ന റൂമുകളിലാണ് പൊതുവെ അത് ചെയ്യുന്നത്. പിന്നെ കാർപ്പറ്റ്സ് ഉണ്ട്, കേർട്ടൻസ് ഉണ്ട്, ഇതൊക്കെ എന്താണ് അബ്സോർപ്ഷൻ നടക്കുന്ന സർഫസസ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അക്കോസ്റ്റിക് അബ്സോർപ്ഷനിൽ പറയാനുള്ളത്. അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സൗണ്ട് വേവ്സ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി നോക്കി. അതിൻ്റെ ഒപ്പം തന്നെ അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ ടോപ്പിക്കും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ MCQs ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ MCQസിലേക്ക് കടക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. So the first question എന്ന് പറയുന്നത് what is the absorption coefficient of a material represent? Okay, absorption coefficient എന്ന് പറയുമ്പോൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം റേഷ്യോ ആണ്. absorption coefficient എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് ഓഫ് സൗണ്ട് അബ്സോർബ്ഡ് ഡിവൈഡഡ് ബൈ ഇൻസിഡൻറ്റ് എനർജി. അല്ലെ, ഇൻസിഡൻറ്റ് സൗണ്ടിൽ എത്ര അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ആ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? റേഷ്യോ ഓഫ് സൗണ്ട് എനർജി അബ്സോർബ്ഡ് ടു ദ സൗണ്ട് ഓഫ് എനർജി റിഫ്ലക്റ്റഡ് അല്ല, ഇൻസിഡൻ്റ് ആണ്. അല്ലേ, അപ്പോൾ റേഷ്യോ ഓഫ് സൗണ്ട് എനർജി അബ്സോർബ്ഡ് ടു സൗണ്ട് എനർജി ഇൻസിഡൻസ്. ഓപ്ഷൻ സി ആണ് ഇപ്പോൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ത്രഷോൾഡ് ഇൻറ്റൻസിറ്റി ഓഫ് ഹ്യൂമൻ ഹിയറിംഗ്. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ, വാല്യൂ പെയിൻ ഇൻറ്റൻസിറ്റിയും മിനിമം ഇൻറ്റൻസിറ്റിയും പഠിച്ചു അല്ലേ. ഇൻറ്റൻസിറ്റിയുടെ സെക്ഷനിൽ 2 വാല്യൂസ് ആണ് നമ്മൾ പഠിച്ചത്. അതിൽ ത്രഷോൾഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ത്രഷോൾഡ് നമ്മുടെ പെയിൻ ഇൻറ്റൻസിറ്റി ആണ് കേട്ടോ. ത്രഷോൾഡ് ഇൻറ്റൻസിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ത്രഷോൾഡ് പെയിൻ ഇൻറ്റൻസിറ്റി. ഓക്കെ, അത് 10⁻12 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. സോറി, ഇതിൽ പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പെയിൻ അല്ല, മിനിമം ആണ് കേട്ടോ. മിനിമം നമ്മൾ 2 ഇൻറ്റൻസിറ്റീസ് ആണ് പഠിച്ചത്. I0 എന്ന് പറഞ്ഞിട്ട് ത്രഷോൾഡ് മിനിമം ഇൻറ്റൻസിറ്റി അല്ലേ, മിനിമം ഇൻറ്റൻസിറ്റി അതെന്ന് പറയുന്നത് 10⁻12 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. അടുത്ത് നമ്മൾ പഠിച്ചത് ത്രഷോൾഡ് പെയിൻ ഇൻറ്റൻസിറ്റി. പെയിൻ ഇൻറ്റൻസിറ്റി വരുമ്പോഴത്തേക്കും പെയിൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 10⁻12 ടൈംസ് ഓഫ് I0 അല്ലേ, അതായത് 10⁻12 ഇൻറ്റു 10⁻12 അല്ലേ. അപ്പോൾ ഇത് 10⁻12 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം അറിയാം I0 10⁻12 ആണ്. സോ ഇത് 1 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. കാരണം 12ഉം -12ഉം കൂടെ ക്യാൻസൽ ആയിപ്പോയി, വിൽ ഗെറ്റ് 1 അല്ലേ. 10⁻0 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ ഇത് പെയിൻ ആണ്. മിനിമം ഇൻറ്റൻസിറ്റി നമ്മുടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ത്രഷോൾഡ് ഇൻറ്റൻസിറ്റി ചോദിച്ചാൽ ത്രഷോൾഡ് മിനിമം ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ എടുത്താൽ സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീക്വൻസി റേഞ്ച് ഓഫ് ഓഡിബിൾ സൗണ്ട് എത്രയാണ് നമുക്ക് അറിയാമല്ലോ, കാണാതെ പഠിച്ചാൽ 20 ഹെർട്സ് ടു 10⁻4 ഹെർട്സ് അല്ലേ. 10⁻4 ഹെർട്സ് അല്ലേ, 20 ഹെർട്സ് തുടങ്ങുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ എബവ് 20 കിലോ ഹെർട്സ് ആണല്ലേ, ഇത് വരത്തില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. പക്ഷേ ഇത് 20 കിലോ ഹെർട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ആണോ നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ 20 ഹെർട്സ് എന്ന് പറയുന്നത് ഞാനിങ്ങനെ 10⁻3നെ 10 ഇൻറ്റു 10⁻3 ഹെർട്സ് എന്ന് എഴുതാം, വിച്ച് ഇസ് 10 കിലോ ഹെർട്സ് അല്ലേ. 10⁻3 എന്ന് പറയുമ്പോൾ കിലോ ആണ്, കിലോ ഹെർട്സ്. ഇവിടെ 20 ഹെർട്സിൽ തുടങ്ങി 10 കിലോ ഹെർട്സ് വരും. ഇപ്പോൾ 10 എന്നുള്ളത് ഇവർ 20 ആക്കി കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. സോ ഓപ്ഷൻ ബി ആണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് മെറ്റീരിയൽ ഹാസ് എൻ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് 1. നമ്മൾ പഠിച്ചില്ല, ടേബിളിൽ നിന്ന് പഠിച്ചു. ഓപ്പൺ വിൻഡോ ആണ് എന്ത് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് 1 ഉള്ളത്. 100% ഇൻസിഡൻറ്റ് സൗണ്ടിനെ അബ്സോർബ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് പ്ലാസ്റ്ററിനല്ല കാർപ്പറ്റിനുണ്ടായിരുന്നു. ഇറ്റ് വാസ് അറൌണ്ട് 0.4 അല്ലേ. എത്രയാണ് നമുക്ക് ആ വാല്യൂ, എക്സാക്ട് വാല്യൂ നോക്കിക്കാം. അപ്പോൾ കാർപ്പറ്റിന് 0.4 ആണ്. സ്റ്റേജ് കർട്ടന് 0.2, കർട്ടൻ വിത്ത് ഫോൾഡ് 0.4ൽ തുടങ്ങി 0.75, ഓഡിയൻസിന് 0.46, പെർഫറേറ്റഡ് ഫൈബർ ബോർഡിന് 0.55. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ലൗഡ്നെസ് യൂസ്ഡ് ടു മെഷർ സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ. ഓക്കെ, നമ്മൾ സൗണ്ട് ഇൻറ്റൻസിറ്റി യൂണിറ്റ് ഓഫ് ലൗഡ്നെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ബെല്ല്, ഡെസിബെല്ല്, ഫോൺ, ഇത് മൂന്നുമാണ് നമ്മൾ ലൗഡ്നെസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ എന്ന് പറയുമ്പോൾ L is equal to L1 minus L0 അല്ലേ. K into log of I1 by
I0 അല്ലേ, ഇത് പഠിച്ചായിരുന്നു നമ്മൾ L is equal to. അപ്പോൾ ഈ ഒരു ഡിഫറൻസിനെ നമ്മൾ എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് യൂണിറ്റ് വെച്ചിട്ടാണ്? ഡെസിബൽ വെച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആ ഒരു നോട്ട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാം. ഡിഫറൻസ് ഇൻ ലൗഡ്നെസ് എന്ന് പറയുന്നത് സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവലാണ്. ഈ സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവലിൽ നമ്മൾ എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, യൂണിറ്റ് ഓഫ് ലൗഡ്നെസ് അല്ലെങ്കിൽ സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ ചോദിച്ചാൽ ബെൽ അല്ലെങ്കിൽ ഡെസിബൽ ആണ് കറക്റ്റ് ആൻസർ. ബെല്ലിൻ്റെ 10 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡെസിബൽ കിട്ടും. അപ്പോൾ ഇവിടെ ബെല്ലില്ലാത്തത് കൊണ്ട് ഡെസിബൽ ഓപ്ഷനാണ് നമുക്ക് കുറച്ചുകൂടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, സോ അതാണ് ഡെസിബൽ എന്ന യൂണിറ്റ് നമ്മൾ പിക്ക് ചെയ്തത്. നമ്മൾ ഫോൺ എപ്പോഴാണ് വരുന്നത്? വേറെ ഒരു കേസ് ഉണ്ട്, അപ്പോൾ ഐ തിങ്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. സോ അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഫോണിൻ്റെ ഉണ്ടോ എന്ന് അറിയില്ല, ഇനി കുഴപ്പമില്ല, നോക്കാം നമുക്ക്. ഓക്കെ, വിച്ച് മെറ്റീരിയൽ ഹാസ് ദ ലോവസ്റ്റ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്? ഏറ്റവും ലോവസ്റ്റ് ഏതാണ്? ഇതിന് 1 ആണ്, ഇതിന് 0.4 ആണ്. ഹെവി കർട്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 0.4 അല്ല, 0.4 ടു നമ്മൾ കർട്ടൻസ് വരുമ്പോൾ 0.4 ടു 0.75 വരെ വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് അറിഞ്ഞുകൂടാത്തത് പ്ലാസ്റ്റർ ആണ്. പ്ലാസ്റ്റർ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, റിഫ്ലക്റ്റീവ് സർഫസ് ആണ് അല്ലേ. ഒരു റിഫ്ലക്റ്റീവ് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പോളിഷ്ഡ് ആയിട്ടല്ലേ കിടക്കത്തുള്ളൂ. അപ്പോൾ അതൊരു റിഫ്ലക്റ്റീവ് സർഫസ് ആണ്. റിഫ്ലക്റ്റീവ് സർഫസിന് എപ്പോഴും എന്തായിരിക്കും, അബ്സോർപ്ഷൻ ഭയങ്കര കുറവായിരിക്കും അല്ലേ. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് കാർപ്പറ്റ് എത്രയാണ്? നമ്മൾ പറഞ്ഞല്ലേ 0.4 അടുപ്പിച്ചാണ് കാർപ്പറ്റും കർട്ടൻസും ഒക്കെ വരുന്നത്. What is the primary unit of measuring absorption in acoustics? Absorption മെഷർ ചെയ്യുന്നത് ഏതിലാണ്? Absorption is equal to alpha s അല്ലേ. ഇവിടെ ഇത് നമ്മൾ ചെയ്യുന്നത് സബൈൻ മീറ്റർ സ്ക്വയറിലാണ് അല്ലേ. പക്ഷേ ഇവിടെ സബൈൻ മീറ്റർ സ്ക്വയർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. സോ ഓപ്ഷൻ ഡി ആണ് ഏറ്റവും സ്യൂട്ടബിൾ, സബൈൻസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ മെഷറിങ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫോൺ എന്ന് പറയുന്നത് ലൗഡ്നെസ് ആണ്, ഇതെന്ന് പറയുന്നത് ഓപ്പൺ വിൻഡോ യൂണിറ്റും ഉണ്ട് ആക്ച്വലി അല്ലേ. ഓപ്പൺ വിൻഡോ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി സബൈൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഡെസിബലും നമ്മൾ എന്താണ് ലൗഡ്നെസ്സിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ ബിയും കറക്റ്റാണ്, ഡിയും കറക്റ്റാണ്. നിങ്ങൾ ഏത് കൊടുത്താലും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇൻ കേസ് അങ്ങനെ ഒരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ PSCയിലൊക്കെ എക്സാംസിന് ഇങ്ങനത്തെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചാലഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മാർക്ക് കിട്ടും. സോ ദിസ് ഈസ് ഒരു കൈൻഡ് ഓഫ് എറർ ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്പൺ വിൻഡോ യൂണിറ്റ് കൊടുത്താലും സബൈൻ കൊടുത്താലും നമ്മൾ അബ്സോർപ്ഷനെ യൂസ് ചെയ്യുന്ന യൂണിറ്റ് തന്നെയാണ്. സോ ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ, ഇനി ഒരു ന്യൂമറിക്കലാണ്. ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് അറ്റ് എ പോയിന്റ് ഈസ് 10⁻⁻6 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. ഒരു പോയിന്റിൽ സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി 10⁻⁻6 വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവലാണ് ചോദിച്ചിട്ടുള്ളത്. സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ എന്താണ്? I-I0 അല്ലേ. ഇൻറ്റൻസിറ്റി ഏതാണോ എടുത്തിട്ടുള്ളത് അതിൽ നിന്നും I0 കുറയ്ക്കാം അല്ലേ. ആക്ച്വലി I-I0 അല്ല, സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ എന്ന് പറയുന്നത് ലൗഡ്നെസ് ആണ് അല്ലേ. സോ വി പുട്ട് L മൈനസ് L0. അപ്പോൾ L എന്ന് പറയുന്നത് എന്താണ്? K log I അല്ലേ. K log I മൈനസ് K log I0 വിച്ച് ഇസ് K ഇൻറ്റു log I മൈനസ് log I0. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇങ്ങനെ ലോഗ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് log I/I0 എന്ന് എഴുതാം അല്ലേ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ K നമുക്ക് 1 എന്ന് അസ്യൂം ചെയ്തിട്ട് L is equal to log of I divided by I0 എന്നൊക്കെ. ലോഗ് ഇവിടെ 10 ആണ് ടു ദ ബേസ്. അപ്പോൾ log to the base 10, I എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? 10⁻⁻6. I0 നമുക്കറിയാം 10⁻⁻12. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? log 10⁻⁻6 മൈനസ് -12 വരും അല്ലേ. അപ്പോൾ -6 + 12, അതായത് 12 - 6 6 എന്ന് വരും. 10⁻6. അപ്പോൾ ഇതിപ്പം log 10⁻A ഫോർമാറ്റിൽ കിടക്കുമ്പോൾ അത് A ആയിട്ടാണ് വരുന്നത്. അതായത് ഈ 10ഉം 10ഉം കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോയിട്ട് ഈ വാല്യൂ വരും. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പോയിട്ട് ബാക്കി 6 വരും. ഇത് ഓർക്കേണ്ടത് 6 ഡെസിബെല്ലിൽ അല്ലേ, ഡെസിബെല്ലിലല്ല, 6 ബെല്ലിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഇക്വേഷനെ ഡെസിബെല്ലിലോട്ട് ആക്കണമെങ്കിൽ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ, 6 × 10 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 60 ഡെസിബെൽ. ഓർക്കുക, നമ്മൾ ഇക്വേഷൻ പഠിച്ചു L is equal to log I divided by I0 ബെല്ലിലാണ്. L equal to 10 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഡെസിബെൽ. ഓക്കെ, ഇത് കൺഫ്യൂസ്ഡ് ആകരുത്. ഇപ്പോൾ ഓപ്ഷൻ 6ഉം 60 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തെറ്റ് തന്നെ അല്ലേ. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ആ ഒരു കൺവേർഷനൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യനും വീണ്ടും ഒരു ന്യൂമറിക്കൽ പോലത്തെയാണ്. ഇഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ സൗണ്ട് വേവ് ഇൻക്രീസസ് ബൈ ഫാക്ടർ ഓഫ് 4, ഇൻറ്റൻസിറ്റി ഇൻക്രീസസ് ബൈ ഫാക്ടർ. ഓക്കെ, ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എ ആയിരുന്നത് ഒരു ഫാക്ടർ 4 വെച്ചിട്ട് കൂടി. ദാറ്റ് ഈസ് അത് ഫാക്ടർ 4 എന്ന് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലൈഡ് ആയി. ഓക്കെ, അതായത് 4 ടൈംസ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. എങ്കിൽ ഇൻറ്റൻസിറ്റി ഐയിൽ നിന്ന് എത്രയായിട്ട് മാറി എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇൻറ്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡുമായിട്ടുള്ള റിലേഷൻ വേണം. നമുക്കറിയാം ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഐ ഐ ആയിരിക്കുമ്പോൾ എ ആണ് ആംപ്ലിറ്റ്യൂഡ് എങ്കിൽ ഇത് ഐ ഡാഷ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു 4a ദ ഹോൾ സ്ക്വയർ അല്ലേ. അതായത് ഐ പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഐ പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ ഐ ഡാഷ് പ്രൊപ്പോർഷണൽ ടു 4a സ്ക്വയർ വരും അല്ലേ. ദാറ്റ് ഈസ് 16a സ്ക്വയർ. അതായത് വി ക്യാൻ ഡു ലൈക്ക് ദിസ്. ഇനിഷ്യലി I0 എന്ന് കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് എ. I1 എന്ന് പറയുന്നത് 4a ആയി. അപ്പോൾ I1 എത്ര ടൈംസ് ആകും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. I'll just clear it once more. Okay. ആംപ്ലിറ്റ്യൂഡ് എയിൽ നിന്നും 4 ടൈംസ് ആയിട്ട് മാറി. അപ്പോൾ ഇൻറ്റൻസിറ്റി ഐയിൽ നിന്നും ഐ ഡാഷ് ആയിട്ട് മാറി. ഈ ഐ ഡാഷ് എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഐ പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഐ ഡാഷ് പ്രൊപ്പോർഷണൽ ടു 4a സ്ക്വയർ അല്ലേ. ഇതിന് രണ്ടിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഐ ഡിവൈഡഡ് ബൈ ഐ ഡാഷ് ഈക്വൽ ടു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4a the whole square അല്ലേ. അപ്പോൾ ഐ ഡിവൈഡഡ് ബൈ ഐ ഡാഷ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 60a സ്ക്വയർ. എ സ്ക്വയർ എ സ്ക്വയർ ക്യാൻസൽ ആയി പോയിട്ട് ഐ ഡാഷ് എത്രയെന്ന് കിട്ടും? 16 ടൈംസ് ഓഫ് ദി ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി അല്ലേ. അപ്പോൾ ഇൻറ്റൻസിറ്റി എത്ര ഫാക്ടറാണ് കൂടിയത്? 16 തവണ കൂടി. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലൗഡ്നെസ് ഡിഫറൻസ്? ലൗഡ്നെസ് ഡിഫറൻസ് അറിയുന്ന SIL അല്ലേ, സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവലാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് സൗണ്ടിൻ്റെ ഇടയ്ക്കുള്ളത്. I1 തന്നിട്ടുണ്ട്, I0 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ഇക്വേഷൻ നമുക്കറിയാം. L is equal to, ഇവിടെ പിന്നെ ഡെസിബലിലാണ് യൂണിറ്റ് വന്നിട്ടുള്ളത്. സോ 10 ഇൻറ്റു എടുക്കണം. 10 ഇൻറ്റു ലോഗ് I ഡിവൈഡഡ് ബൈ I0 വിച്ച് ഇസ് 10 ഇൻറ്റു ലോഗ് I എത്രയാണ്? 10⁻⁻4 ഡിവൈഡഡ് ബൈ 10⁻⁻12 അല്ലേ. അപ്പം ഈ A/B കൺവേർട്ട് ചെയ്യാനായിട്ട് -4 10⁻⁻4 ഈ -12 എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ ആയതുകൊണ്ട് ഇവിടെ മൈനസ് വരും, പിന്നെ ഒരു -12. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളല്ലേ. അപ്പോൾ 10⁻⁻4 + 12, ഇത് 10⁻12 - 8 എന്ന് വരും അല്ലേ. അപ്പോൾ 10 ഇൻറ്റു ലോഗ് 10 10⁻8. നേരത്തെ പറഞ്ഞ പോലെ ഇതെന്ത് ചെയ്യും? ക്യാൻസലായി പോയിട്ട് 8 വരും, 80 ഡെസിബൽ എന്ന് വരും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, the absorption coefficient of plaster തന്നിട്ടുണ്ട് 0.05. ആൽഫ is equal to 0.05. ഏരിയ പ്ലാസ്റ്ററിൻ്റെ തന്നിട്ടുണ്ട് 200 മീറ്റർ സ്ക്വയർ. എസ് എന്ന് പറയുന്നത് 200 മീറ്റർ സ്ക്വയർ ആണ്. എങ്കിൽ ടോട്ടൽ അബ്സോർപ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഈസ് ആൽഫ ഇൻറ്റു എസ് അല്ലേ. നമ്മൾ പറഞ്ഞു ആൽഫ ഇൻറ്റു എസ് ആണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ 0.05 ആണ് ഇൻറ്റു 200. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 2 × 5 10 വരും. 10 1000 2 10 വരും അല്ലേ. ഫൈനൽ ആൻസർ ഇസ് 10. അബ്സോർപ്ഷൻ്റെ യൂണിറ്റ് സബൈൻസ് അല്ലേ. സബൈൻസ്, ടോട്ടൽ അബ്സോർപ്ഷൻ ഇസ് സബൈൻസ്. കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള സബൈൻ മീറ്റർ സ്ക്വയർ ആട്ടോ. 10 സബൈൻ മീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു റൂമിൽ 3 മെറ്റീരിയൽസ് ഉണ്ട്. മൂന്നിൻ്റെയും സർഫസ് ഏരിയാസും കോയിഫിഷ്യൻസും അബ്സോർപ്ഷൻ കോയിഫിഷ്യനും തന്നിട്ടുണ്ട്. ടോട്ടൽ അബ്സോർപ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ അബ്സോർപ്ഷൻ ഈക്വൽ ടു α1 S1 പ്ലസ് α2 S2 പ്ലസ് α3 S3. 0.2 ഇൻറ്റു 50, വാല്യൂസ് ഞാൻ ഡയറക്റ്റ് എടുത്ത് എഴുതുവാണ്. 0.5 ഇൻറ്റു 30 പ്ലസ് 0.8 ഇൻറ്റു 20 വിച്ച് ഇസ് 10 പ്ലസ് 15 പ്ലസ് 16 30 35 40 41 സബൈൻ. 41 സബൈൻ. അപ്പോൾ ഇതിന് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഈ ഓപ്ഷനാണ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ,
ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ലൗഡ്നെസ് ഓഫ് എ സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് എന്ന അസേർഷൻ തന്നിട്ടുണ്ട്. റീസൺ ആയിട്ട് തന്നിട്ടുള്ളത് ലൗഡ്നെസ് ഈസ് എ മെഷർ ഓഫ് ദ ഡിഗ്രി ഓഫ് സെൻസേഷൻ കോസ്ഡ് ബൈ സൗണ്ട് ഇൻ ദ ഹ്യൂമൻ ഇയർ. അപ്പം നമുക്കറിയാം PSCയിൽ ഇപ്പോൾ പുതിയതായിട്ട് ചോദിച്ചു വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ടൈപ്പ്. അപ്പോൾ നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും നമുക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെന്നൊരു ഉദ്ദേശം കൊണ്ടാണ് ഈ ടൈപ്പ് വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് അസേർഷൻ നോക്കാം. ലൗഡ്നെസ് ഓഫ് സൗണ്ട്, ലൗഡ്നെസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഫ്രീക്വൻസിയെയും ആംപ്ലിറ്റ്യൂഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ ലൗഡ്നെസ് പഠിച്ചപ്പോൾ പറഞ്ഞു ലൗഡ്നെസ് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു, പിന്നെ സെൻസിറ്റിവിറ്റി ഓഫ് ഇയർ അല്ലെ, ചെവിയുടെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോഫോണിൻ്റെയൊക്കെ സെൻസിറ്റിവിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ പക്ഷേ ഇൻറ്റൻസിറ്റിയുടെ കാര്യമില്ല, ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പക്ഷെ നമുക്ക് ഈ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ അറിയെങ്കിൽ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/2 റോ, ആക്ച്വലി അന്ന് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഒമേഗ എന്ന് പറഞ്ഞൊരു ടേം അതിലുണ്ട്, അതിന് റീപ്ലേസ് ചെയ്ത് എഫ്, അതായത് ഫ്രീക്വൻസിയുടെ ടേംസ് എഫ് അല്ലെങ്കിൽ എൻ എന്ന് പറയും. ഓക്കെ, ആ ഒരു ടേംസിൽ ഞാൻ എഴുതണേ 2π² a² n² റോ സി. ഓക്കെ, ഇതിൽ ടേംസ് പറഞ്ഞുതരാം. എ ആംപ്ലിറ്റ്യൂഡ്, എൻ ഫ്രീക്വൻസി, റോ ഡെൻസിറ്റി, സി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനിൽ ആംപ്ലിറ്റ്യൂഡും ഉണ്ട് ഫ്രീക്വൻസിയും ഉണ്ട്. അപ്പോൾ എൽ പ്രൊപ്പോർഷണൽ ടു ഐ ആണെങ്കിൽ ഐ ഡിപ്പെൻഡ് ചെയ്ത ഫാക്ടേഴ്സിനെയും ഇൻഡയറക്റ്റ്ലി ലൗഡ്നെസ് ഡിപ്പെൻഡ് ചെയ്യും. സോ ദിസ് ഈസ് റൈറ്റ് അല്ലേ, ഇത് കറക്റ്റാണ്, അസേർഷൻ കറക്റ്റാണ്. ഇനി റീസൺ എന്താ പറഞ്ഞിട്ടുള്ളത്? ലൗഡ്നെസ് ഈസ് എ മെഷർ ഓഫ് ദ ഡിഗ്രി ഓഫ് സെൻസേഷൻ കോസ്ഡ് ബൈ ദ സൗണ്ട് ഇൻ ഹ്യൂമൻ ഇയർ. ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ, മനുഷ്യൻ്റെ ചെവിയിൽ ഒരു സെൻസേഷൻ ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ അളവിനെയാണ് ലൗഡ്നെസ് എന്ന് പറയുന്നത്. ആക്ച്വലി ലൗഡ്നെസ്സിൻ്റെ ഡെഫിനിഷൻ കറക്റ്റാണ്, പക്ഷെ ആ സെൻസേഷൻ ആയതുകൊണ്ടാണ് അത് ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു റീസൺ ആയിട്ട് പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ല, ഇറ്റ് ഈസ് നോട്ട് ദി റൈറ്റ് എക്സ്പ്ലനേഷൻ അല്ലേ. അപ്പം എയും ആറും കറക്റ്റാണ്, പക്ഷേ റീസൺ എന്തല്ല, അസേർഷനിലൊരു കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഓക്കെ, സോ എ ആൻഡ് ആർ കറക്റ്റാണ്, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, സോ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻറ്റൻസിറ്റി ഈസ് ഡെസിബൽ. സൗണ്ട് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ഡെസിബൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻറ്റൻസിറ്റിയുടെ സൗണ്ട് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. ഡെസിബൽ എന്ന് പറയുന്നത് എന്താണ്? ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റ് ആണ്. അപ്പം യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻറ്റൻസിറ്റി ഡെസിബൽ ആണ്. സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ ആണെങ്കിൽ അത് ഡെസിബൽ എന്ന് പറയാം അല്ലേ. അല്ലാതെ സൗണ്ട് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ അല്ലേ, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ഡെസിബൽ. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻറ്റൻസിറ്റി ഡെസിബൽ അല്ല, അപ്പോൾ ഇത് റോങ് ആണ്. അപ്പോൾ എ ഫോൾസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എ ഫോൾസ് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? എ ട്രൂ ആണെന്നാണ് ഇവിടെ പറയുന്നത്. എ ട്രൂ, ഇവിടെ എ ട്രൂ, ഇവിടെ മാത്രമാണ് ഈ ഫോൾസ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലേ. നമുക്ക് നോക്കാം. സൗണ്ട് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? എനർജി പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ അല്ലേ. ഇത് കറക്റ്റാണ്. ഇൻറ്റൻസിറ്റിയുടെ സെയിം ഡെഫിനിഷനാണ്, നമ്മൾ മുന്നേ ഡെഫിനിഷനൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സെയിം ഡെഫിനിഷൻ തന്നെ. സോ റീസൺ കറക്റ്റാണ്, പക്ഷേ അസേർഷൻ തെറ്റാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. നെക്സ്റ്റ് ഒരെണ്ണം ഉണ്ട്. ഓപ്പൺ വിൻഡോയുടെ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് 1 ആണ്. കറക്റ്റ് ആണ് അല്ലേ, നമുക്കറിയാം. അതിൻ്റെ ഓപ്പൺ വിൻഡോയുടേത് 1 ആണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ്. ഇനി റീസൺ തന്നിട്ടുള്ള ഓപ്പൺ വിൻഡോസ് പെർഫെക്റ്റ്ലി അബ്സോർബ് ഓൾ ഇൻസിഡൻറ്റ് സൗണ്ട് എനർജി വിത്തൗട്ട് റിഫ്ലക്ഷൻ. ഓപ്പൺ വിൻഡോസിൻ്റെ പ്രത്യേകത എന്താണ്? അവർ സൗണ്ട് എനർജി റിഫ്ലക്ഷൻ ഇല്ലാതെ ഫുള്ളി അബ്സോർബ് ചെയ്യും, ഇൻസിഡൻറ്റ് ആകുന്നതെല്ലാം അബ്സോർബ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഓപ്പൺ വിൻഡോസ് പെർഫെക്റ്റ്ലി അബ്സോർപ്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് 1 ആയത്. സോ റീസൺ കറക്റ്റ് അല്ലേ, എയും ആറും കറക്റ്റാണ്. ആറ് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് എയുടെ അല്ലേ. സോ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ with R being the correct explanation of A. So option A ആണ് correct answer. Okay. ഇനി what is the threshold of human hearing in terms of sound intensity? നമ്മൾ പറഞ്ഞല്ലേ സൗണ്ട് ഇൻറ്റൻസിറ്റിയുടെ threshold of human hearing എന്ന് പറയുമ്പോൾ I0 ആണല്ലേ. I0 threshold of minimum intensity ആണ് ചോദിച്ചിട്ടുള്ളത്. That is 10⁻⁻12. പെയിൻ ഇൻറ്റൻസിറ്റി ആണെങ്കിൽ പെയിൻ എന്ന ഒരു ടേം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് അതില്ലാത്തടത്തോളം കാലം I0യുടെ വാല്യൂ ആണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ ഇപ്പം കണ്ടോ 1 watt per meter square ഉണ്ട്, പക്ഷേ
നമ്മളത് മിനിമം ത്രെഷോൾഡിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ 10⁻⁻12 ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ അബൌട്ട് സൗണ്ട് ഇൻറ്റൻസിറ്റി? സൗണ്ട് ഇൻറ്റൻസിറ്റിയെ പറ്റി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്. നമുക്കറിയാം ഐ പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. സോ അത് ഡിപ്പെൻഡൻ്റ് ആണല്ലേ, അപ്പോൾ ഇത് റോങ് ആണ്. It is proportional to square of frequency. I is equal to 2 pi square a square n square rho c. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഐ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി സ്ക്വയർ ആണ് അല്ലേ. ഇത് എഫ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം ഫ്രീക്വൻസി സ്ക്വയർ. ഇത് കറക്റ്റ് ആണല്ലേ, അപ്പോൾ ഇത് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് അല്ലേ, ഇതും കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. ഇവിടെ വേവ് ലെങ്തിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, സോ ഇത് റോങ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് കറക്റ്റ് ആണ്. ഇനി പി എസ് സിക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. കാരണം നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ എന്ന് ഒരു റിലേഷൻ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ കറക്റ്റായിട്ട്, ബട്ട് ബി കൊടുത്താലും കറക്റ്റാണ്. വി കൻ ഓൾവേസ് ചാലഞ്ച് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഓപ്ഷൻ ബിയും സിയും കറക്റ്റാണ്. വിച്ച് യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ ലൗഡ്നെസ് ഓഫ് സൗണ്ട്? സൗണ്ടിൻ്റെ ലൗഡ്നെസ് കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് യൂണിറ്റ് ആണ്? സോ സബൈൻ ഉണ്ട്, ഡെസിബൽ ഉണ്ട്, ഫോൺ ഉണ്ട്, വാട്ട്സ് ഉണ്ട്. നമ്മൾ ലൗഡ്നെസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഡെസിബലും ഫോണുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഫോൺ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഫോൺ ഉപയോഗിക്കുന്നത് ഇൻറ്റൻസിറ്റി സെയിമും ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആകുമ്പോഴാണ്. എന്താണ് ഇൻറ്റൻസിറ്റി സെയിം I1 = I2 ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രീക്വൻസി മാറുമ്പോഴുള്ള ലൗഡ്നെസ് നോക്കാനാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത്. അല്ലാതെ എല്ലാ കേസിലും നമ്മൾ ലൗഡ്നെസ് മെഷർ ചെയ്യുന്നത് ഡെസിബലിൽ തന്നെയാണ്. ഓക്കെ, സോ ഫോൺ, വെർ ഈസ് ദ ക്വസ്റ്റ്യൻ? യെസ്, സോ വിച്ച് യൂണിറ്റ് ഈസ് കമ്പയർഡ് ടു കമ്പയർ ദ ലൗഡ്നെസ് ഓഫ് സൗണ്ട്? ലൗഡ്നെസ് ഓഫ് സൗണ്ട് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഡെസിബൽ ആണല്ലേ. ഡെസിബൽ നമ്മൾ 2 കമ്പയർ ചെയ്തില്ല SL കണ്ടുപിടിക്കുന്നത് L1 - L0 ചെയ്തിട്ട്. അപ്പോൾ അവിടെ കമ്പാരിസൺ ചെയ്ത് നമുക്ക് കിട്ടുന്നത് ബെല്ലിലോ ഡെസിബെല്ലിലോ ആണല്ലേ. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി. അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് മെറ്റീരിയൽ ഇസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ. ഇത് നമ്മൾ മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ അല്ലേ. അബ്സോർബ് ടു ഇൻസിഡൻസ് ആണ് ഓപ്ഷൻ ബി. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് MCQs ഉണ്ടായിരുന്നത്. ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ഇനി നമ്മൾ അക്കോസ്റ്റിക്സിൻ്റെ ബാക്കി റിവർബറേഷൻ ടൈം, പിന്നെ അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സും കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്തൊരു സെഷനിൽ തിയറിയും MCQസുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ടിൽ ദെൻ പ്രിപ്പയർ വെൽ ഫോർ ദി എക്സാം. താങ്ക് യു.